ഇനി എത്ര കരിവാളിച്ചിരിക്കുകയാണെങ്കിലും നമുക്ക് ഈ സൈഡ് മാറ്റിയെടുക്കാം. ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വിഷു സീരീസിലെ പാർട്ട് 1 ആണ്. അപ്പോൾ വിഷു ഒക്കെ വരാറായല്ലേ, സോ അപ്പോൾ നമ്മുടെ ഫേസും ഹെയറും ഒക്കെ അടിപൊളിയായിട്ടിരിക്കാനും നമുക്ക് അടിപൊളിയായിട്ട് ഫേസ് മേക്കപ്പ് ചെയ്യാനും ഹെയർ സ്റ്റൈല് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുട്ടി സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടാണ് വന്നിട്ട് ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ ഫേഷ്യലിനകത്ത് നമ്മൾ മെയിനായിട്ട് 3 സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസിങ്, സെക്കൻഡ് വന്നിട്ട് സ്ക്രബിങ്, പിന്നെ വന്നിട്ട് ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ നമ്മുടെ വിഷു സീരീസിനകത്ത് 2 ഫേഷ്യൽ, 2 ഹെയർ മാസ്ക്, പിന്നെ ഒരു ഈസി ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ, ഈസി ഫേസ് മേക്കപ്പ് ട്യൂട്ടോറിയൽ, പിന്നെ ഒരു ഹെയർ സ്റ്റൈൽ ഡ്രസ്സിങ് സ്റ്റൈൽ, ഇത് ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് നമ്മുടെ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇത് പോലത്തെ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്ങിലേക്ക് പോകാം. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഒരു ടൊമാറ്റോ ആണ്. നമ്മുടെ തക്കാളിപ്പഴമില്ലേ, അതാണ് വേണ്ടുന്നത്. ഒരു കുഞ്ഞെടുത്താൽ മതി കേട്ടോ. അതിനനുസരിച്ച് നമുക്കിത് കൈ വെച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ പിഴിഞ്ഞാണ് കൊടുത്തത്. പിന്നെ നമുക്ക് അടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് പാലാണ്. നിങ്ങളുടെ ഭയങ്കര ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ മാത്രം എടുത്താൽ മതി കേട്ടോ. അതിനനുസരിച്ച് നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിൽ എന്ത് ഫേസ് പാക്ക് ഇടുന്നോ അതിന് മുന്നേ നമ്മൾ മസ്റ്റാർഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലെൻസിങ് വന്നിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതേ കണക്ക് ഹോം റെമഡി ആയിട്ടുള്ള ക്ലെൻസിങ് ചെയ്യാം, അതല്ല നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ക്ലെൻസിങ് ഫേസ് വാഷൊക്കെ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് വാഷ് ചെയ്യാം. പിന്നെ നമ്മളിത് 100% നാച്ചുറൽ ഹോം റെമഡി ആയതുകൊണ്ടാണ് ഞാനിതിൽ പാലും പിന്നെ വന്നിട്ട് ടൊമാറ്റോ നീരും എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ വന്നിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ പോക്കാനും നമ്മുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരത്തില്ല. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നിട്ട് അത് പൊട്ടി അതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഫേസിൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പോക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൊമാറ്റോ വന്നിട്ട്. പിന്നെ എൻ്റെ ഭയങ്കര ഓയിലി സ്കിൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിൽക്ക് എടുത്തത്. നിങ്ങളുടെ ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിൽ മിൽക്ക് എടുക്കാൻ നിൽക്കേണ്ട, കാരണം പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തോളാം. അപ്പോൾ വാഷ് ചെയ്തിട്ട് വരുമ്പോൾ ഇതാണ് റിസൾട്ട് വന്നിട്ട് നമ്മുടെ പോർസൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കാനും നമുക്കൊരു ബ്രൈറ്റനിങ് ഫീൽ തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിത് വാഷ് ചെയ്യണം. ജസ്റ്റ് ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ടോ ക്ലോത്ത് യൂസ് ചെയ്തിട്ടോ വൈപ്പ് ചെയ്യാൻ നിൽക്കൽ വാഷ് ചെയ്യേ വേണം. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ്. ഈ സ്ക്രബിങ്ങിനകത്ത് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് കുറച്ച് തേയിലപ്പൊടിയും പിന്നെ വന്നിട്ട് ടൊമാറ്റോ നീരാണ്. നിങ്ങൾക്ക് തേയിലപ്പൊടിക്ക് വരെ നമ്മുടെ കോഫി പൗഡർ എടുക്കാം, അതല്ലെങ്കിൽ നല്ല തരിതരിപ്പുള്ള റവ എടുക്കാം, അതല്ലെങ്കിൽ നല്ല തരിതരിപ്പുള്ള അരിപ്പൊടി എടുക്കാം. നമുക്ക് തരിതരിപ്പുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ നീരും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആ ടൊമാറ്റോ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഐയുടെ ആ ഒരു താഴത്തെ പോർഷനിലേക്ക് അങ്ങനെ ഭയങ്കര ഒരു സ്ക്രബ് ചെയ്യാൻ നിൽക്കല്ല, കാരണം അവിടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യുന്ന സമയത്തൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാൻ നോക്കുക. ഈ സ്ക്രബിങ് ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസ്, ഡ്രൈ സ്കിന്ന്, പിന്നെ വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ തന്നെ പോക്കി നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കാനും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഡെഡ് സെൽസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ബോത്ത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്യാം. ഞാൻ ബോയ്സിനും ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് എക്സ്ട്രാ മഞ്ഞൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല. അപ്പോൾ നല്ലോണം നമുക്ക് ഇതുപോലെ നമുക്ക് ടൊമാറ്റോയുടെ ആ ഒരു ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ അങ്ങനെ എടുക്കാനില്ല, എല്ലാത്തിനും കൂടെ ഒരെണ്ണം എടുക്കുകയുള്ളെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ നീര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൽ ഞാൻ കാണിക്കുന്ന ആ ഒരു ക്ലെൻസിങ്ങും പിന്നെ ഫേസ് മാസ്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ സ്ക്രബിങ് വന്നിട്ട് എല്ലാ ദിവസവും ട്രൈ ചെയ്യില്ല, കാരണം നമ്മുടെ സ്കിന്നിന് അത് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ലോണം പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3rd സ്റ്റെപ്പ്. ഇത് നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ച പൗഡേർഡ് ഫോമിലുള്ള അരിപ്പൊടി എടുക്കാം. പിന്നെ നമുക്ക് ബീട്രൂട്ട് പൗഡർ വേണ്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് അരച്ച് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച ബീട്രൂട്ട് പൗഡറാണ്, അല്ലാണ്ട് നമുക്ക് ഓൺലൈൻ ഷോപ്സിൽ നിന്നൊക്കെ തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ് ബീട്രൂട്ട് പൗഡർ വന്നിട്ട്. ഇത് രണ്ടും കൂടെ നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ടൊമാറ്റോ നീരാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ മിക്സിക്കകത്തിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പ് എടുത്ത് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ പറയുന്ന ഐറ്റംസ് മാക്സിമം അതുപോലെ എടുക്കാൻ നോക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് വന്നിട്ട് ഡ്രൈ സ്കിൻകാർക്കോ ഓയിലി സ്കിൻകാർക്കോ
എല്ലാവർക്കും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നോർമൽ വാട്ടർ ആഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ഒരു നോർമൽ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നൈറ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. ഒരിക്കലും നിങ്ങൾ ഡേ ലൈറ്റിൽ ഇത് ട്രൈ ചെയ്തിട്ട് ഇറങ്ങിപ്പോവുകയേ ചെയ്യില്ല. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അന്ന് രാവിലെ ട്രൈ ചെയ്യുന്നതിന് പകരം ഇത് നൈറ്റ് ട്രൈ ചെയ്തിട്ട് കിടക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ ഇതിൽ മെയിനായിട്ട് എടുത്തേക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ ഫേസിൽ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ജാപ്പനീസുകാരും കൊറിയക്കാരും അവർ സ്കിൻ ബ്രൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അരിപ്പൊടി. വന്നിട്ട് നമുക്ക് അരിപ്പൊടിക്ക് പകരം ചോറ് അരച്ച് വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ല, വീട്ടിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ ചോറില്ലേ, നമ്മുടെ ചുമന്ന ചോറ് ഞാനങ്ങനെ ഫേസിൽ തേച്ചിട്ടില്ല, നമ്മുടെ വെള്ളച്ചോറില്ലേ, വെള്ളച്ചോറ് മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ഒരു പൾപ്പ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് ബീട്രൂട്ട് അരച്ച് അതിൻ്റെയും പൾപ്പ് എടുത്തിട്ട് നമുക്ക് ടൊമാറ്റോ നീര് അരച്ച് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. സെയിം ഇതേ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിൽ നമുക്ക് ഫുൾ ബോഡി വൈറ്റനിങ്ങിനും ട്രൈ ചെയ്യാം. അങ്ങനെ കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഫൈനായിട്ട് പൊടിച്ച് അരിപ്പൊടി എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു തരിതരിപ്പ് ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വീണ്ടും അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് തൊട്ടും ഓക്കെ അല്ല. അതുകൊണ്ട് നല്ല ക്രീമി രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ പാക്ക് റെഡിയാക്കാൻ പറ്റുന്ന അരിപ്പൊടി എടുക്കാൻ നോക്കുക കേട്ടോ. കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. കുറേ നേരം ഒന്നും തന്നെ വെക്കട്ടെ. മിക്ക എല്ലാവരും ചെയ്യുന്നൊരു കോമൺ പ്രശ്നമാണ്, കുറേ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കുറേ നേരം വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചാൽ ഒന്നും കൂടെ നിങ്ങളുടെ ഫേസിൽ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരാൻ തന്നെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വന്നിട്ട് ഒരു ഹെയർ മാസ്ക് ആയിരിക്കും. പിന്നെ വന്നിട്ട് വീണ്ടും ഒരു ഫേഷ്യൽ, പിന്നെ വീണ്ടും ഒരു ഹെയർ മാസ്ക്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ, ഫേസ് മേക്കപ്പ്, ഹെയർ സ്റ്റൈൽസ്, ഡ്രസ്സിങ് സ്റ്റൈല്, സെറ്റുമുണ്ടി ഡ്രേപ്പിങ്, പിന്നെ വന്നിട്ട് സാരി ഡ്രേപ്പിങ്, ഇതൊക്കെയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വിഷുവിന് നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആവാനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു ജസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ച് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ റിസൾട്ടും ഒരു 1 ടൈം യൂസ് ചെയ്താലും നമ്മുടെ ഫേസ് അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസാണ് നമ്മൾ ഇതിലെടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം നമുക്ക് നോർമൽ ഒരു ടവൽ യൂസ് ചെയ്ത് ഫേസിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഒന്ന് ഡാബ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തേ പറ്റും. ഫേസിൽ എന്ത് ഫേസ് പാക്ക് ഇടുന്നു അതിനെല്ലാം ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് വിഷുവിന് മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത്, കല്യാണമൊക്കെ വരുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പേജ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും.